പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കാൻ കയറിയപ്പോൾ നമ്മൾ പകർത്തിയ വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. മുമ്പ് മരങ്ങൾക്കിടയിൽ മുട്ടയിട്ട് വിരിയിച്ച പ്രാവുകളുടെ കുഞ്ഞുങ്ങൾ വളർന്നിപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. എലികളെ പേടിച്ച് രാത്രി നമ്മൾ ഇവരെ മാറ്റാറുണ്ടായിരുന്നെങ്കിലും തൂവലുകൾ കിളിർത്ത സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ മാറ്റാറേ ഇല്ല. അതേസമയം പലകയുടെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ പഴയ കിങ്ങിണിയുടെയും ഡുങ്കുടുവിന്റെയും മൂത്ത മകൾ കന്നിമുട്ടയിട്ട് കിടക്കുന്നുണ്ട്. ഈ കഥയിലെ നായകൻ ദേ ഇവനാണ് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് കൊട്ടയുടെ അകത്ത് മുട്ടയിട്ട പ്രാവുകളെ പറ്റിയും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരും ഇപ്പൊ ഏകദേശം ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് നമ്മൾ ആർക്കേഞ്ചൽ എന്ന പ്രാവിന്റെ മുട്ടയാണ് കേട്ടോ മാറ്റി വെച്ചിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ മുട്ടയിട്ട് കിടന്നിരുന്ന നമ്മുടെ ഫ്രില്ലുകൾക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം റെഡുമാണ് കുഞ്ഞുങ്ങളുടെ കളർ വന്നിരിക്കുന്നത്. വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലെ യെല്ലോ കളറുള്ള ഫ്രില്ലുകളെ കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. ഷെഡിനുള്ളിൽ അഴിച്ചുവിട്ടിരിക്കുന്ന പ്രാവുകൾക്കും കോഴികൾക്കും ഫുഡ് ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂട്ടത്തിലുള്ള ഒരു ചൈനക്കാരൻ നമ്മുടെ പാത്രത്തിൽ കയറിയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. ഷെഡിനുള്ളിൽ ഇന്ന് കണ്ട വിചിത്രമായൊരു കാഴ്ച. മുട്ടയിടാനായി നമ്മുടെ ഫയോമികൾക്ക് വെച്ച് കൊടുത്തിരുന്ന റബ്ബർ കൊട്ടയുടെ അധികാരം പിടിച്ചടക്കിയിരിക്കുകയാണ് ലെവൻ. കൊട്ടക്കകത്ത് മുട്ടയിടാൻ കയറിയ നമ്മുടെ ഫയോമി പെണ്ണിനെ ആശാൻ തൂക്കി വെളിയിലിട്ടിരുന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജോഡി പ്രാവിന്റെ കുഞ്ഞുങ്ങളും വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബോഡി മാർക്ക് ഫാൻറ്റെയിലുകളെ സെറ്റാക്കി എടുക്കാൻ ഒരുപാട് സമയമെടുത്തു. പിന്നെ ഒരുത്തൻ ഇവിടെ മുട്ടയെന്ന് വിരിയുന്നതിന് മുന്നേ ഫൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.